ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ സംഭവത്തിൽ പ്രതികരണവുമായി VD സതീശൻ. മുഖ്യമന്ത്രിയുടെ നീക്കം പ്രതിപക്ഷത്തെ ഭയന്നുകൊണ്ടാണ്. ചെയ്ത കുറ്റത്തോട് ആനുപാതികമായല്ല നടപടി. RSSന്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയന്റെ ചുമതലയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. RSSന്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയന്റെ ചുമതലയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനത്ത് തുടരുകയാണ്. ആരോപണങ്ങളുടെ പേരിലാണ് നടപടിയെങ്കിൽ അതുപോരാ. നാളെ അസംബ്ലി തുടങ്ങുമ്പോൾ എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇത്. കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണിതെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നീക്കം പ്രതിപക്ഷത്തെ ഭയന്നുകൊണ്ടാണ്. 2 ആരോപണങ്ങളാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത്. ഒന്ന് സെപ്റ്റംബർ 4-നായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദൂതൻ RSS നേതാക്കളെ കണ്ടു എന്നതായിരുന്നു പ്രധാന ആരോപണം. അതിലാണ് നടപടിയെങ്കിൽ 32 ദിവസം കഴിഞ്ഞാണ് നടപടി. അത് സംഭവിച്ചത് 2023 മെയ്യിലാണ്. മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു സംഭവം. അറിയില്ലെങ്കിൽ തന്നെ പിറ്റേ ദിവസം രാവിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി. 16 മാസം കഴിഞ്ഞാണ് നടപടി. പൂരം കലക്കിയതിനാണെങ്കിൽ പൂരം കഴിഞ്ഞിട്ട് 5 മാസമായി. മുഖ്യമന്ത്രി തന്നെയാണ് പൂരം കലക്കാൻ അങ്ങോട്ടയച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പൂരം കലക്കിയ ഉദ്യോഗസ്ഥനെ തന്നെ അന്വേഷണത്തിന് നിയോഗിച്ചു. അന്വേഷണം പ്രഹസനമാണെന്ന് തങ്ങൾ പറഞ്ഞിരുന്നുവെന്നും VD സതീശൻ പറയുന്നു. മുഖ്യമന്ത്രി ആദ്യം മുതൽ ADGPയെ സംരക്ഷിച്ചിരുന്നുവെന്നും ഇപ്പോഴും സംരക്ഷിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. മറ്റു വഴിയില്ലാത്തതിനാൽ ട്രാൻസ്ഫർ എന്ന ചെറിയ നടപടി സ്വീകരിച്ചുവെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ജുഡീഷ്യൽ അന്വേഷണമാണെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ നിയമസഭ കൂടുകയാണ്. അവർക്കൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കണം. അതിനുവേണ്ടി ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നു, അത്രമാത്രം. അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല. LDFിലെ എല്ലാ ഘടകകക്ഷികളും ആവശ്യപ്പെട്ടത് പ്രകാരം തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് ഒരു ചെറിയ നടപടിയെടുത്തു എന്നേയുള്ളൂ. കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ADGPക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ADGP അജിത് കുമാറിനെതിരായ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇത് CPIയുടെ അല്ല LDFന്റെ വിജയമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിവാദങ്ങൾ ശക്തമായതോടെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സർക്കാർ മാറ്റിയിരുന്നു. ബറ്റാലിയൻ ചുമതല മാത്രമാണ് അജിത് കുമാറിന് നിലവിലുള്ളത്. നേരത്തെ ക്രമസമാധാന ചുമതലയ്ക്കൊപ്പം ബറ്റാലിയൻ ചുമതലയും അജിത് കുമാറിന് ഉണ്ടായിരുന്നു.